ഹായ് ഫ്രണ്ട്സ്, ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്തിച്ചേരാൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ആദ്യത്തെ അറിയിപ്പ്, 58 ലക്ഷത്തോളം ആളുകൾ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾ കാത്തിരിക്കുകയാണ്. പക്ഷേ അതിൻ്റെ വിതരണം ഇന്നൊക്കെ ആരംഭിക്കും എന്നാണ് കരുതിയിരുന്നത്. പക്ഷേ ഇന്നൊന്നും ആരംഭിച്ചിട്ടില്ല. വിതരണം ചെയ്യാനുള്ള ലിസ്റ്റ് സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാർക്ക് എത്തിയിട്ടില്ല എന്നാണ് അവസാന നിമിഷം അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ വരും ദിവസങ്ങളിൽ തന്നെ പെൻഷൻ ലഭിക്കുന്നതായിരിക്കും. ബാങ്കുകളിൽ ആർക്കെങ്കിലും എത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിട്ടില്ല. അങ്ങനെ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ്, ലൈഫ് മിഷൻ 2020 ഭവന പദ്ധതി പ്രകാരം ലഭിച്ച പുതിയ അപേക്ഷകളുടെ പരിശോധന കേരളപ്പിറവി ദിനമായ നവംബർ 1 മുതൽ ആരംഭിക്കും എന്നുള്ള ഒരു അറിയിപ്പാണ് വന്നിട്ടുള്ളത്. 2017 മുതൽ ആരംഭിച്ച ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം നാളിതുവരെ 2,75,845 കുടുംബങ്ങൾ അവർക്കൊന്ന് തലചായ്ക്കാൻ സുരക്ഷിതമായിട്ടുള്ള ഭവനങ്ങൾ നിർമ്മിച്ച് നൽകിയിട്ടുള്ളത്. 2017 ലൈഫ് മിഷൻ ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെടാൻ കഴിയാതെ പോയ അർഹരായ ഗുണഭോക്താക്കളെ കണ്ടെത്താനാണ് ഓൺലൈനായി അപേക്ഷ ക്ഷണിച്ചത്. ഇതിൽ ആകെ 9,20,260 അപേക്ഷകളാണ് ലഭ്യമായിട്ടുള്ളത്. ഇത്തരത്തിൽ ലഭ്യമായ അപേക്ഷകളിൽ നിന്നാണ് നവംബർ 1 മുതൽ അർഹതാ പരിശോധന നടത്തുന്നത്. ഓരോ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും ബന്ധപ്പെട്ട നിർവഹണ ഉദ്യോഗസ്ഥരാണ് പരിശോധന നടത്തുന്നത്. അപേക്ഷകൾ പരിശോധന സമയത്ത് ആവശ്യമായ രേഖകൾ സഹിതം വിവരങ്ങൾ നൽകേണ്ടതാണ്. അപേക്ഷയോടൊപ്പം ആവശ്യമായ രേഖകൾ മുഴുവൻ സമർപ്പിക്കാൻ കഴിയാത്തവർക്ക് പരിശോധനാ സമയത്ത് നിലവിൽ ലഭ്യമായ രേഖകൾ സമർപ്പിക്കാവുന്നതാണ്. അർഹതപ്പെട്ട ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നതിന് തദ്ദേശ സ്ഥാപനങ്ങളിലാണ് പരിപാടി നടക്കുന്നത്. അപ്പോൾ വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ വളരെയധികം നീണ്ടുപോയ ഒരു പരിശോധനയാണ് നവംബർ 1 മുതൽ ആരംഭിക്കുന്നത്. ഇത് കഴിഞ്ഞാൽ അർഹരായിട്ടുള്ള ആളുകൾക്ക് ഉടൻ തന്നെ ഈ ഒരു ഭവനങ്ങൾ കൂടി ലഭിക്കുന്നതായിരിക്കും. റേഷൻ സംബന്ധിച്ചുള്ള അറിയിപ്പുകൾ പറയുകയാണെങ്കിൽ, ഒക്ടോബർ മാസത്തെ റേഷൻ വിഹിതങ്ങൾ ശനിയാഴ്ച വരെ വാങ്ങാനുള്ള അവസരമുള്ളൂ. അത് കഴിഞ്ഞാൽ അത് കിട്ടുകയില്ല എന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. മണ്ണെണ്ണ അടുത്ത മാസവും ലഭിക്കുന്നതാണ്. റേഷൻ കട വഴി സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലൂടെ വിതരണം ചെയ്യുന്ന സബ്സിഡി ഇനത്തിൽപ്പെട്ട 12 ഇനം ഭക്ഷ്യവിഹിതങ്ങൾ കൂടി റേഷൻ കടകൾ വഴി വിതരണം ചെയ്യാനാണ് സർക്കാരിൻ്റെ തീരുമാനം. ഇത് സംബന്ധിച്ച സർക്കാരിൻ്റെ ഉത്തരവ് പുറത്തിറങ്ങിയിട്ടുണ്ട്. കൂടുതൽ എതിർപ്പുകൾ ഇല്ലെങ്കിൽ ഇനി റേഷൻ കടകൾ വഴിയും സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലൂടെ സബ്സിഡി ഇനത്തിൽ ലഭിക്കുന്ന സാധനങ്ങൾ ലഭിക്കുന്നതാണ്. 10 കിലോ അരിയും 1/2 കിലോ വെളിച്ചെണ്ണയും 1 കിലോ പഞ്ചസാരയും 1/2 കിലോ മുളകും 1/2 കിലോ മല്ലിയും കടല, ചെറുപയർ, വൻപയർ, തൂരപ്പരിപ്പ്, ഉഴുന്ന് എന്നിവ ഓരോ കിലോയും. ഇതിന് പുറമെ റേഷൻ കട വഴി ലഭിക്കുന്ന ഗോതമ്പും മണ്ണെണ്ണയും ഇവയാണ് സബ്സിഡി നിരക്കിൽ സപ്ലൈകോയിലൂടെ ലഭിക്കുന്നത്. ഈ കാര്യങ്ങൾ നടപ്പിലാക്കുകയാണെങ്കിൽ റേഷൻ കട വഴി ഈ സാധനങ്ങൾ ലഭിക്കുന്നതായിരിക്കും. കനത്ത മഴയെ സാധ്യത മുൻനിർത്തി സംസ്ഥാനത്തെ 6 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ബാക്കിയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. ജലനിരപ്പ് കുറഞ്ഞില്ലെങ്കിൽ മുൻ നിശ്ചയിച്ച പ്രകാരം നാളെ മുല്ലപ്പെരിയാർ ഡാം തുറക്കും. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അറിയിപ്പുണ്ട്. ഇന്ന് സംസ്ഥാനത്ത് 7,738 പേർക്കാണ് കോവിഡ് രോഗം സ്ഥിരീകരിച്ചത്. 5,460 പേർ രോഗമുക്തി നേടി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 76,043 സാമ്പിളുകൾ പരിശോധിച്ചു. നിലവിൽ 78,122 പേരാണ് ചികിത്സയിൽ ഉള്ളവർ. 56 മരണം കൂടി സ്ഥിരീകരിച്ചതോടെ 30,685 മരണം കേരളത്തിലായി. ഇത്രയും അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും ബൈ.